പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുന്ന അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ക്ലിനിക്കുകൾ എൻ്റെ ക്ലിനിക്കിലെ എന്ന് മടങ്ങുമ്പോഴേ വൈകുന്നേരം മടങ്ങുന്ന സമയത്ത് ഒന്നെങ്കിലും ഉമ്മാനെ വിളിക്കും, ഉമ്മ ഫ്രീ ആണെങ്കിൽ ഉമ്മച്ചനെ വിളിക്കും, നൗഷാദക്ക് ഫ്രീ ആണെങ്കിൽ നൗഷാദക്കാനെ വിളിക്കും. ഈ രണ്ട് മനുഷ്യന്മാരെ വിളിച്ച് ഇടക്കരെത്തണവരെ സംസാരിക്കും. അന്നുണ്ടായ ക്ലിനിക്കിൽ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള പ്രയാസങ്ങളൊക്കെ ഒന്ന് തീരുക. പക്ഷെ അന്നൊരു ദിവസം എനിക്കൊന്നും വിളിച്ച് സംസാരിക്കാൻ ഉണ്ടായിരുന്നില്ല. ഏത് ദിവസമാണെന്നറിയോ? അന്ന് വീട്ടിൽ വന്ന ഒരു അനുഭവം കൂടി പറയുകയാണ് പ്രിയപ്പെട്ടവരെ. ക്ലിനിക്കിൽ വന്ന ഒരു അനുഭവം. പ്രായമായ ഒരു വല്യമ്മയും വല്യപ്പയാണ്. നിങ്ങൾക്ക് ഇവിടെ ഇല്ലേ? മടുപ്പുണ്ടാ? ഇല്ലേ? ഉറങ്ങണ്ടേ? ഇളപ്പരി പോണ്ടേ? സമൂസ ചായ കുടിച്ചിരിക്കല്ലേ, വല്ല എനർജി ലോസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ക്ലിനിക്കിലേക്ക് ഒരു ദിവസം പ്രായമായ ഒരു വല്യമ്മയും വല്യപ്പയും വരിക. റിസപ്ഷനിൽ ഞാൻ ചോദിച്ചു, ഇത്രയും പ്രായമായ വല്യമാനെ വല്യപ്പൊക്കെ എന്തിനാ അപ്പോയിൻമെന്റ് കൊടുക്കുന്നത്? ഒരു ഫോണിൽ കൂടെ സംസാരിക്കുമായിരുന്നല്ലോ, അല്ലെങ്കിൽ വീട് അടുത്താണെങ്കിൽ ഞാൻ പോയി സംസാരിക്കുമായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് വന്നേ പറ്റൂ, അതുകൊണ്ടാണ് കൊടുത്തത് എന്ന് പറഞ്ഞ് അങ്ങനെ വരികയാണ്. പപ്പാക്ക് ഏകദേശം ഒരു 80-85 വയസ്സുണ്ടാവും, വല്യപ്പാക്ക്. വല്യമാക്കും ഉണ്ടാവും 80 വയസ്സൊക്കെ. എന്തിനാ അവർ കൊണ്ടുവരുന്നതെന്നറിയോ? കാര്യം നിസ്സാര. അതുപോലെ പ്രശ്നം എന്താണെന്നറിയോ? വല്യപ്പാക്ക് ഉറങ്ങാൻ ഫാന് വേണം, വല്യമ്മാക്ക് ഉറങ്ങാൻ ഫാന് വേണ്ട. പ്രശ്നം എന്താ? അതാ ഞാൻ നേരത്തെ പറയുന്ന പല സന്ദർഭങ്ങളും നിങ്ങളെ പുരയ്ക്ക് പോയി അവിടെ ഉണ്ടാവുന്ന പോണ്ട, ഇവിടെ മാത്രം ഇരുന്നാൽ മതി. വല്യപ്പാക്ക് ഫാന് വേണം, വല്യമ്മാക്ക് ഫാന് വേണ്ട. കാര്യം നിസ്സാരല്ലേ? വല്യ മോന് വളരെ സിമ്പിളായിട്ട് പരിഹരിച്ചു കൊടുത്തു. അതിനിപ്പോൾ എന്താ പ്രശ്നം? വാപ്പൊരു റൂമിൽ കിടന്നോട്ടെ, ഉമ്മൊരു റൂമിലും കിടന്നോട്ടെ. പ്രശ്നം തീർന്നില്ലേ? വാപ്പൊരു റൂമിലും ഉമ്മൊരു റൂമിലും കിടക്കട്ടെ, വാപ്പ ഫാനിട്ട് കിടന്നോട്ടെ, ഉമ്മ ഫാൻ ഇടണ്ടാച്ചാ പോരെ എന്ന്. പക്ഷെ പ്രശ്നം അതല്ല. ഉമ്മയും വാപ്പയും 2 റൂമിൽ കിടക്കൂല.